കേരള നിയമസഭയ്ക്കുള്ളിലും അതുപോലെ പുറത്തും സോഷ്യൽ മീഡിയയിലും വലിയ തരത്തിൽ ചർച്ചയാകുകയും ട്രെൻഡിംഗ് ആകുകയും മാറിയിരിക്കുകയാണ് പേരാമ്പ്രയിലെ യുവ MLA ഫാത്തിമ തഹ്ലിയ. അതും യൂത്ത് ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ നേതാവും വനിതാ നേതാവുമായ ഫാത്തിമ തഹ്ലിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡിംഗ് ആണ്. കേരള ജനതയിൽ 30% മുസ്ലിം വിശ്വാസികൾ ഉണ്ടായിട്ടും അവർക്ക് ജനസംഖ്യയ്ക്ക് അനുവാദികമായ രീതിയിൽ രാഷ്ട്രീയ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. അവർക്കിവിടെ അമിതമായ പ്രാധാന്യമാണ് ലഭിക്കുന്നതെന്നുള്ള ആരോപണം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് എങ്കിലും ജനപ്രതിനിധികളുടെ യഥാർത്ഥ കണക്കുകൾ പരിശോധിച്ചാൽ ആ ആരോപണം തികച്ചും തെറ്റാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യും. ഇക്കുറി കേരളത്തിലെ MLA-മാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ലിസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഹിന്ദു ക്രൈസ്തവ സമുദായങ്ങളിൽ ലഭിച്ചതുമായി താരതമ്യം ചെയ്യുമ്പോൾ മുസ്ലിം സമുദായത്തിന് ജനസംഖ്യയ്ക്ക് അനുപാതികമായ പ്രാതിനിധ്യം വളരെ കുറവ് തന്നെയാണ്. യഥാർത്ഥത്തിൽ ജനസംഖ്യാനുപാതികമായി പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ MLA-മാരും മന്ത്രിമാരും ഉള്ളത് ക്രിസ്ത്യൻ സമുദായത്തിനാണെന്നതാണ് വസ്തുതാപരമായ കാര്യം. മുസ്ലിം സമുദായത്തിൻ്റെ രാഷ്ട്രീയ അടയാളപ്പെടുത്തലുകളെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി മുസ്ലിം വനിതകൾ ഇവിടെ രാഷ്ട്രീയത്തിൽ തികച്ചും പ്രതിനിധീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതായത് അവർ രാഷ്ട്രീയത്തിലേക്ക് പൊതുരംഗത്തേക്ക് എത്തുന്നത് വളരെ കുറവാണ് എന്നുള്ളതാണ്. അത് പൊതുരാഷ്ട്രീയത്തിൻ്റെയോ മറ്റു സമുദായങ്ങളുടെയോ കുഴപ്പമൊന്നുമല്ല, മറിച്ച് മുസ്ലിം സമുദായത്തിനകത്തെ ചില അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അതിൽ പലപ്പോഴും പലയിടങ്ങളില്ലെങ്കിലും ചിലയിടങ്ങളിൽ പോലും ഇപ്പോഴും ഇതേ രീതി തുടരുന്നുണ്ട്. അതായത് സ്ത്രീകൾ പുറത്തിറങ്ങരുത് എന്ന് പറയുന്ന ചിലർ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. സമസ്ത പോലെ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള പ്രസ്ഥാനങ്ങൾ പോലും സ്ത്രീകളോട് ഒരു മിനിമം അകലം പാലിക്കുന്നതായി നമുക്ക് കാണാനും സാധിക്കും. സ്ത്രീകൾ കുടുംബത്തിൻ്റെ സംരക്ഷകരാകണം, അവർ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങരുത്, സ്റ്റേജുകളിൽ പോലും കയറരുത് എന്ന തരത്തിലുള്ള പരമ്പരാഗതമായ നിലപാടുകളാണ് സമസ്തയ്ക്ക് പോലും ഉള്ളത്. അതുകൊണ്ട് തന്നെയാകാം ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇന്നേ വരെ ആകെ 6 മുസ്ലിം വനിതാ MLA-മാർ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ആയിഷ ബായി, അതുപോലെ തന്നെ നബീസ ബീബി, നബീസ ഉമ്മാൾ, K സലീഖ, ഷാനിമോൾ ഉസ്മാൻ, പിന്നെ ഇപ്പോൾ ഫാത്തിമ തഹ്ലിയയും. ഈ 6 പേരിൽ 2 പേർ നിലവിൽ സഭയിലുണ്ട് എന്നുള്ളത് മുസ്ലിം പ്രാതിനിധ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് വനിതകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വനിതകളുടെ പ്രാതിനിധ്യം ഇങ്ങനെ കുറഞ്ഞു പോകാനുള്ള പ്രധാന കാരണം മുസ്ലിം ലീഗ് സ്ത്രീകൾക്ക് സീറ്റ് നൽകാത്തതാണ് എന്നതായിരുന്നു പൊതുവെയുള്ള ആക്ഷേപം. എന്നാൽ 2026-ൽ ഒരു ഹിന്ദു സ്ത്രീക്കും ഒരു മുസ്ലിം സ്ത്രീക്കും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിത്വം നൽകുകയുമുണ്ടായി. അതിൽ ഹിന്ദു വനിത പരാജയപ്പെട്ടുവെങ്കിലും മുസ്ലിം യുവതി ചരിത്ര വിജയം സ്വന്തമാക്കുകയും ചെയ്തു. ഒരിക്കലും ലീഗ് വിജയിക്കാൻ ഇടയില്ലാതെന്ന് കരുതിയ പേരാമ്പ്രയിൽ 25,000-ലധികം വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് ഫാത്തിമ തഹ്ലിയ വിജയിച്ചു കയറിയത്. ഇത് കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നാഴികക്കല്ലാണെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവും ഉണ്ടാകില്ല. കഴിഞ്ഞ ദിവസം ഫാത്തിമ തഹ്ലിയ നിയമസഭയിലെ ചോദ്യോത്തര വേളയിൽ പങ്കെടുത്തുകൊണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് വലിയൊരു ചരിത്ര നിമിഷമായി മാറുന്ന സാഹചര്യമുണ്ടായി. ഫാത്തിമയ്ക്ക് ഒരുപാട് പ്രത്യേകതകൾ കൂടിയുണ്ട്. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ ജനപ്രതിനിധിയായി ആദ്യമായി കേരള നിയമസഭയിലെത്തുന്ന മുസ്ലിം വനിത ഫാത്തിമ തഹ്ലിയയാണ്. മുമ്പ് MSF-ന്റെ ദേശീയ നേതാവായും ഹരിത പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തും അവർ പ്രവർത്തിച്ചിട്ടുമുണ്ട്. വാക്ചാതുരിയിൽ ഫാത്തിമ തഹ്ലിയെ തോൽപ്പിക്കാൻ മുസ്ലിം സമുദായത്തിനകത്തോ പുറത്തോ ഉള്ള മറ്റൊരു സ്ത്രീക്കും കഴിഞ്ഞെന്ന് വരികയുമില്ല. അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അത്ര കൃത്യതയോടെയും വ്യക്തതയോടെയും ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് ഫാത്തിമ തങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുന്നത്. മുസ്ലിം ലീഗ് പോലൊരു പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നാൽ ഒരിക്കലും ഒരു ജനപ്രതിനിധിയാകാൻ കഴിയില്ലെന്ന് കരുതിയിരുന്ന കാലത്താണ് നിയമബിരുദവും ബിരുദാനന്തര ബിരുദവുമുള്ള ഫാത്തിമ ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നത്. പക്ഷേ കാലം മാറി. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകാൻ മുസ്ലിം ലീഗ് തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ അവർക്ക് കരുത്തുറ്റൊരു ജനപ്രതിനിധിയെ ലഭിക്കുകയും ചെയ്തു. സ്ത്രീകൾ പൊതുരംഗത്ത് വരുന്നത് ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന പരമ്പരാഗത ചിന്താഗതിയുള്ള പുരുഷന്മാർ ധാരാളമുള്ളത് കൊണ്ട് ഫാത്തിമ തോറ്റുപോയിക്കുമെന്നാണ് സമുദായ പ്രമാണിമാർ പോലും കരുതിയത്. എന്നാൽ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ആവേശത്തോടെ വോട്ട് ചെയ്തപ്പോൾ വർഷങ്ങളായി CPM ജയിച്ചുകൊണ്ടിരുന്ന പേരാമ്പ്ര മണ്ഡലം, ഒരുപക്ഷെ ഇടത് കോട്ടയായ മണ്ഡലം, 25,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഫാത്തിമ തഹ്ലിയെ ചേർത്ത് പിടിച്ചു വലിയ തരത്തിൽ വിജയിപ്പിച്ചു കയറ്റി. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവും മനോഹരമായ കണ്ണുകളുമുള്ള ഫാത്തിമ തഹ്ലിയയെ ഏറ്റവും വലിയ പ്രത്യേകത മുമ്പ് നിയമസഭയിൽ എത്തിയിട്ടുള്ള മുസ്ലിം വനിതാ പ്രതിനിധികളിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ വസ്ത്രധാരണത്തിൽ ഇസ്ലാമിക പാരമ്പര്യം കൃത്യമായി കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. പൊതുപ്രവർത്തകരായ മുസ്ലിം സ്ത്രീകൾ പൊതുവെ സാരിയുടെ തുമ്പ് തലയിലിടുകയാണ് ചെയ്യാറുള്ളത്. ക്രൈസ്തവ സ്ത്രീകൾ കുർബാനയ്ക്ക് പോകുമ്പോൾ ചെയ്യുന്നത് അതേ രീതിയാണെന്നുള്ളത്. അതായത് ജസ്റ്റ് സാരി എടുത്ത് തലയിൽ കൂടി ഇങ്ങനെ ഇടുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിനപ്പുറം പർദ്ദയോ മുഖം മറയ്ക്കുന്ന മഫ്തയോ അവർ ധരിക്കാറില്ല. എന്നാൽ ഫാത്തിമ തഹ്ലിയ അങ്ങനെയല്ല. അവരുടെ വസ്ത്രധാരണം അതീവ ചിട്ടയോടുകൂടിയാണ്. മുഖവും കണ്ണുകളും മാത്രമേ പുറത്ത് കാണുള്ളൂ. അത്ര മനോഹരമായ രീതിയിൽ അവർ അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കുന്നുണ്ട്. നെറ്റിയോ ചെവിയോ കഴുത്തോ കൈപ്പത്തിയോ ഒന്നും പുറത്ത് കാണിക്കാത്ത വിധം പൂർണ്ണമായി മറച്ച വസ്ത്രധാരണമാണ് അവരുടേത്. അതേസമയം ഫാത്തിമയുടെ വസ്ത്രധാരണം പരിശോധിച്ചാൽ അത് അവർക്കൊട്ടും ചേരാത്തതാണെന്ന് ആർക്കും തോന്നില്ല. അത്ര മനോഹരമായ രീതിയിൽ, അത്ര നല്ല രീതിയിലാണ് അവർ വസ്ത്രധാരണം നടത്തുന്നത്. തലയും ശരീരഭാഗങ്ങളും മറയ്ക്കുന്ന ആ മഫ്തയുടെ അഴക് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. മഫ്ത എന്ന് നിനക്കാൽ അതൊരു ഹിജാബ് എന്ന് പറയുന്നതാണ് കറക്റ്റ്. അതായത് ആ ഹിജാബ് വളരെ ഭംഗിയായി
വളരെ മനോഹരമായാണ് അവതരിക്കുന്നത്. ഫാത്തിമയെ കാണുന്ന അല്ലെങ്കിൽ ഫാത്തിമയെ തഹ്ലിയെ കാണുന്ന ആരുടെ ശ്രദ്ധ ആദ്യം പതിയുക അവരുടെ ആ ഹിജാബിലേക്കാണ്. എപ്പോഴും അതീവ കൃത്യതയോടെയും വെടിപ്പോടെയുമാണ് അവർ അത് ധരിക്കുകയും ചെയ്യുന്നത്. ഓരോ തവണ കാണുമ്പോഴും വ്യത്യസ്തമായ ഹിജാബുകൾ അല്ലെങ്കിൽ മഫ്തകൾ വളരെ മികച്ച ഫാഷൻ സെൻസോടെ അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് പരമ്പരാഗത വസ്തുതാനം നിലനിർത്തുമ്പോൾ തന്നെ അത് ഭംഗിയായിരിക്കണമെന്നവർ ഉറപ്പും വരുന്നുണ്ട്. വി.ഡി. സതീശൻ തൻ്റെ മുടി എപ്പോഴും വൃത്തിയായി കറുപ്പിച്ച് ചീകി ഒതുക്കി വെക്കുന്നത് പോലെ തന്നെയാണ് ഫാത്തിമ തഹ്ലിയും തൻ്റെ മഫ്ത കൃത്യമായി ധരിക്കുന്നത്. ഇത്രയും വിശദമായി പറയാനുള്ള പ്രധാന കാരണം ഇതൊരു പൂർണ്ണ ഇസ്ലാമിക വേഷത്തിൽ കേരള നിയമസഭയിൽ ആദ്യമായി പ്രസംഗിക്കുന്ന ജനപ്രതിനിധിയാണ് ഫാത്തിമ തഹ്ലിയ എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ സ്ത്രീ എന്ന അസ്തിത്വം നിലനിർത്തുമ്പോൾ തന്നെ ഇസ്ലാമിക അസ്തിത്വത്തിലും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത പൊതുസമൂഹത്തിൽ വലിയൊരു മാതൃകയും പ്രചോദനമാകാൻ അവർക്ക് സാധിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം സഭയിൽ പ്രസംഗിക്കാൻ അവർ എഴുന്നേറ്റപ്പോൾ ഉണ്ടായ നിശബ്ദതയും പ്രസംഗത്തിന് ശേഷം ലഭിച്ച ഹർഷാരവുമെല്ലാം ഈ സമൂഹം അവർക്ക് നൽകുന്ന വലിയ ആദരവിൻ്റെ തെളിവ് കൂടിയാണ്. രാഷ്ട്രീയ എതിരാളികളെ വെറുതെ വിമർശിക്കാൻ വേണ്ടിയല്ല തനിക്ക് ലഭിച്ച സഭയിലെ ആദ്യ അവസരം അവർ വിനിയോഗിച്ചത്. സാധാരണയായി രാഷ്ട്രീയമായി കത്തിക്കയറുന്നതാണ് സഭയിൽ കയ്യടി നേടാറുള്ളതെങ്കിൽ ഫാത്തിമയുടെ ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചത് അങ്ങേയറ്റം ശ്രദ്ധേയമായൊരു വിഷയം കൂടിയായിരുന്നു. സംസ്ഥാന സർക്കാർ ലഹരി വേട്ടയ്ക്കായി നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും വലിയൊരു ആശ്വാസമായി മാറിയിട്ടുണ്ട് എന്നും ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഇടപെടലിനെ അഭിനന്ദിക്കുന്നുവെന്നുമാണ് ഫാത്തിമ സഭയെ അറിയിച്ചത്. സാധാരണ ഇത്തരം വിഷയങ്ങളിൽ ബോധവൽക്കരണം മാത്രമാണ് നടക്കാറുള്ളതെങ്കിൽ സർക്കാർ നേരിട്ടിറങ്ങി നടത്തുന്ന ഈ ദൗത്യം ഏറെ സന്തോഷകരമാണെന്നും ഫാത്തിമ തഹ്ലിയ പറയുകയും ചെയ്തു. ലഹരി വേട്ട എന്നത് പുരുഷന്മാരുടെ മാത്രം പ്രശ്നമല്ല, അത് സ്ത്രീകളെ കൂടി ബാധിക്കുന്ന ഒന്നാണെന്ന് ഫാത്തിമ തഹ്ലിയ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഫാത്തിമ സഭയിൽ പറഞ്ഞ ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം, അതിനുശേഷം ബാക്കി പറയാം. കുമാരി ഫാത്തിമ, ഓപ്പറേഷൻ തൂഫാൻ യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകൾക്കും ഒരു ആശ്വാസമായി മാറി എന്നുള്ളത് വളരെ സന്തോഷപൂർവ്വം തന്നെ ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പം പൊതുവിലെടുക്കാറുള്ള നിലപാട് ബോധവൽക്കരണം എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ പലപ്പോഴും ഈ വിഷയങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ മറന്നു പോകുമ്പം ഇത് ഒരു വലിയ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള രൂപത്തിൽ ആളുകളുടെ ഇടയിലേക്ക് തങ്ങളുടെ ദൗത്യം കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിൽ വളരെയധികം സന്തോഷിക്കുകയും സംസ്ഥാന സർക്കാരിന് ആ വിഷയത്തിൽ അഭിനന്ദിക്കാനും ആഗ്രഹിക്കുകയാണ്. സർ, പൊതുജനങ്ങൾക്കിടയിൽ നമ്മൾ ഇത്തരത്തിൽ ബോധവൽക്കരണവും പരിശോധനയും ഒക്കെ നടത്തുമ്പോൾ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങൾ, അതായത് ഗേറ്റുകൾ, സീപോർട്ടുകൾ, എയർപോർട്ടുകൾ മുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഏത് രൂപത്തിലുള്ള പരിശോധനയാണ് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് കൊച്ചിൻ സീപോർട്ടിൽ മെത്താംഫെറ്റമൈൻ എന്ന് പറയുന്ന മയക്കുമരുന്ന് പിടിക്കപ്പെട്ടപ്പോൾ അത് പരസ്യമായി ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ആ പ്രദർശിപ്പിക്കപ്പെട്ട വസ്തുക്കളെ മാധ്യമപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിർലോഭം ആളുകൾക്ക് സൗജന്യമായി അതെടുത്ത് കൊണ്ടുപോകാനുള്ള രൂപത്തിൽ, പാകപ്പെട്ട രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ പരിശോധിച്ചു നോക്കുമ്പം പല കേസുകളിലും NDPS കോടതികളിലേക്ക് എത്തുമ്പം പിടിക്കപ്പെട്ട ക്വാണ്ടിറ്റിയും അവിടെ നിന്ന് കോടതിയിലേക്ക് എത്തുന്ന ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഒക്കെ ആ സമയങ്ങളിലൊക്കെ ആയിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കേസുകളിൽ എങ്ങനെയാണ് സാധാരണക്കാർക്കോ മാധ്യമപ്രവർത്തകോ ഒരുപക്ഷെ അതിനെക്കുറിച്ച് അറിവുണ്ടാവണമെന്നില്ല, പക്ഷെ ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള വസ്തുക്കൾ പിടിക്കപ്പെട്ടാൽ ഏത് രൂപത്തിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പ്രോട്ടോകോൾ നൽകിയിട്ടുണ്ടോ? അതെങ്ങനെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ബഹുമാനപ്പെട്ട മന്ത്രി. ബഹുമാനപ്പെട്ട പേരാമ്പ്ര മെമ്പർ വളരെ പ്രസക്തമായ ഒരു രണ്ട് കാര്യങ്ങളാണ് സാർ ഇവിടെ പറഞ്ഞത്. ഒന്ന് സാർ, നമ്മൾ ഇത് തടയാൻ ആകാശത്തിലൂടെയും കരയിലൂടെയും കടലിലൂടെയും വ്യാപകമായ തോതിൽ, അത് ട്രെയിനിലൂടെയും വ്യാപകമായ തോതിലാണ് ഈ മയക്കുമരുന്നുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ മുൻകൈ എടുത്ത് കേന്ദ്ര ഏജൻസികൾ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കേന്ദ്ര ഏജൻസികളുടെയും യോഗം വിളിച്ചുകൂട്ടി അവരും കേരള പോലീസും തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാക്കിക്കൊണ്ട് സംയുക്തമായ നിലയിലുള്ള റെയ്ഡുകളും സംയുക്തമായ വിവരങ്ങൾ കൈമാറലും അതോടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാറിനകത്ത് ഇന്റലിജൻസ് സംവിധാനവും കസ്റ്റംസ് തുടങ്ങിയിട്ടുള്ള സെൻട്രൽ ഏജൻസികളെല്ലാം സഹായിക്കുന്നുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട മെമ്പർ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. കടലിലൂടെ, ഏറ്റവും പ്രധാനമായി വരുന്ന കടലിലൂടെ, ട്രെയിനിലൂടെ, വിമാനമാർഗം ഇതെല്ലാം കടന്നു വരികയാണ്. അപ്പൊ അതുകൊണ്ട് ചില രാജ്യങ്ങളിൽ ചില മയക്കുമരുന്നുകൾക്ക് ടാക്സും ഇല്ല, ഒന്നുമില്ല, നിരോധനവുമില്ല. ഹൈബ്രിഡ് ഗഞ്ച പല രാജ്യങ്ങളിലും അത് ഉപയോഗിക്കാം. അതെല്ലാം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്.
സാർ, ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആരംഭിച്ച് പാകിസ്ഥാനിലൂടെ ഇന്ത്യയിൽ വന്ന് മറ്റ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ബർമയിൽ നിന്ന് വന്ന് ഇന്ത്യയിലേക്ക് വരുന്നു. ഇങ്ങനെ പലതരത്തിലാണ് സാർ ഇത് വന്നുകൊണ്ട് ഇതിന്റെ സോഴ്സ് വളരെ അന്താരാഷ്ട്ര തലത്തിലുള്ള മാഫിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊരു ലുക്രേറ്റീവ് ആയിട്ടുള്ള ബിസിനസ്സാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത്, പിടിക്കുന്ന ക്വാണ്ടിറ്റിയും കോടതിയിലെത്തുന്ന ക്വാണ്ടിറ്റിയും തമ്മിൽ അത് കള്ളക്കളി കളിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അങ്ങനെ കള്ളക്കളി കളിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കർശന നടപടി എടുക്കുമെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സർ, ആ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിയമത്തിന്റെ ഒരു അപാകതയെക്കുറിച്ച് പല ചർച്ചകളിലായിട്ട് വന്നിട്ടുണ്ട്. ആ അപാകത പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന് ചില പരിമിതികളുമുണ്ട്. കാരണം സെൻട്രൽ ആക്ട് ആണ് എന്നുള്ളത് കൊണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിൽ ഇതിന്റെ ഏറ്റവും വലിയ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ നിയമത്തിന്റെ പോരായ്മകൾ ഉണ്ട് എങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ ടേക്കപ്പ് ചെയ്ത് അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഒരു നിയമ നടപടിയിലേക്ക് പോകണം എന്ന് അഭ്യർത്ഥിക്കരുത്. സർ, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ അത് പറഞ്ഞാണ് സർ. എം പിമാരുടെ യോഗം ഇനിയും പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് എന്തായാലും ഗവൺമെന്റ് വിളിച്ചുകൂട്ടും. സാർ, ഞാനിവിടെ നേരത്തെ പറഞ്ഞതാണ്, എം പിമാരുടെ യോഗത്തിൽ ഞങ്ങൾ ഉന്നയിക്കും NDPS ആക്ടിന് ഭേദഗതി ഉണ്ടാകണം. പഴയ കാലമല്ല. ഇന്ന് വ്യാപകമായി കേരളം മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും, സാർ, ജമ്മു കാശ്മീരിൽ അവിടുത്തെ മുഖ്യമന്ത്രിയും ഗവർണറും ഒരുമിച്ചിറങ്ങിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഹണ്ട് നടത്തിയത്. അപ്പൊ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭാവി തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അനിവാര്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അങ്ങ് പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയപ്പെടുത്തും. എം പിമാരോട് ഞങ്ങൾ ആവശ്യപ്പെടും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ആക്ടിൽ ഭേദഗതി വരുത്താനോ ഒന്നും ചെയ്യില്ലെന്ന് അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. വെറുതെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെല്ലാം അപ്പുറം കൃത്യമായൊരു പരിഹാരം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെയാണ് അവർ സംസാരിച്ചത്. പൊതുജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണവും പരിശോധനയും നടത്തുമ്പോൾ തന്നെ നമ്മുടെ പ്രധാന ഗേറ്റുകൾ, സ്പോട്ടുകൾ, അതുപോലത്തെ സീ പോർട്ടുകൾ, എയർപോർട്ടുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഏത് തരത്തിലുള്ള പരിശോധനയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെന്നും ഫാത്തിമ ചോദിക്കുകയും ചെയ്തു. ഇതിന് മറുപടിയായി രമേശ് ചെന്നിത്തല പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടെ മാത്രമേ ഈ ലഹരിക്കടത്ത് പൂർണ്ണമായി തടയാൻ കഴിയൂ എന്നുള്ളതാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ വഴിയുമൊക്കെയാണ് ഈ മരുന്നുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നതെന്നും അത് തടയാൻ കേന്ദ്ര ഏജൻസികൾ സഹായം അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഈ ചർച്ച കൂടുതൽ ഗൗരവമാകുന്നത് സ്പീക്കർ ഇതിൽ ഇടപെട്ടപ്പോഴാണ്. കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കേസുകളിൽ നടപടിയെടുക്കുന്നത് എന്നതിനാൽ നിലവിലെ നിയമസഭയ്ക്കുള്ള അല്ലെങ്കിൽ നിയമങ്ങളിൽ ചില അപാധകളുണ്ടെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഉദാഹരണത്തിന് 1 കിലോഗ്രാമിൽ താഴെ കഞ്ചാവുമായി ഒരാളെ പിടികൂടിയാൽ അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. മയക്കുമരുന്ന് കടത്തുകാർ ഈ നിയമം മുൻകൂട്ടി മനസ്സിലാക്കി കൃത്യമായ അളവ് തിട്ടപ്പെടുത്തിയാണ് ലഹരിക്കടത്ത് നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാലാനുസൃതമായ ഈ നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇതിനോട് പ്രതികരിച്ച രമേശ് ചെന്നിത്തല കേന്ദ്ര നിയമമായതിനാൽ തന്നെ സംസ്ഥാന സർക്കാരിന് ചില പരിമിതികളുണ്ടെന്നും കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ നിയമ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പായി എം പിമാരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും കേന്ദ്ര ഗവൺമെന്റിന് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും സഭയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഫാത്തിമ തഹ്ലി എന്ന യുവ വനിതാ MLA തന്റെ ആദ്യ ഇടപെടലിലൂടെ തന്നെ കേരള നിയമസഭയിൽ വലിയൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവർ മുന്നോട്ട് വെച്ച നിലപാടുകളും പക്വതയാർന്ന പെരുമാറ്റവും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ തരംഗമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സമുദായത്തിന്റെ മാത്രം പ്രതിനിധിയല്ല, മറിച്ച് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശബ്ദമായി മാറാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഫാത്തിമ തഹ്ലിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഇപ്പോൾ ആശംസിക്കാനുള്ളത്.